എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിന് ശാപമോക്ഷമാകുന്നു. ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് ആദ്യഘട്ടമായി 12 കോടി രൂപ അനുവദിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. കാരിക്കാമുറി ഭാഗത്ത് പുതിയ സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിനാണ് പ്രധാന പരിഗണനയെന്നും മന്ത്രി പറഞ്ഞു. KSRTCയുടെ കൈവശമുള്ള 8 ഏക്കർ ഭൂമിയിൽ സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം കാരിക്കാമുറി ഭാഗത്താണ് പുതിയ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാവുക. നിർമ്മാണ ചെലവിന്റെ ആദ്യഘട്ടമായി 12 കോടി രൂപ അനുവദിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. നിലവിലുള്ള പഴയ ബസ് സ്റ്റാൻഡിന്റെ നവീകരണ പ്രവൃത്തികൾ വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആദ്യ ഘട്ടമായിട്ട് ഇപ്പോൾ ചെയ്യേണ്ടത് ഇവർ വെച്ചേക്കുന്ന പ്രപ്പോസൽ 12 കോടിയാണ്. ചിലപ്പോൾ എസ്റ്റിമേറ്റിന്റെ ചില അധികം കൂടി വരാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഷെഡ്യൂൾ ചേഞ്ച് അതിന് പണം അനുവദിക്കും. അത് ഇന്ന് നോക്കിയിട്ട് ആ പണം അനുവദിച്ച് ബസ് സ്റ്റാൻഡ് അടിയന്തരമായിട്ട് ഇവിടെ നിർമ്മിക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാമെന്നാണ് ആലോചിക്കുന്നത്. ധനകാര്യ വകുപ്പ് അതിനാവശ്യമായ പണം അനുവദിക്കും. പ്രീഫാബ് മാതൃകയിലായിരിക്കും പുതിയ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം. നിലവിലെ സ്റ്റാൻഡിനേക്കാൾ ഉയരമുള്ളതാണ് കാരിക്കാമുറിയിലെ സ്ഥലം. ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച പുതിയ ബസ് സ്റ്റാൻഡ് വേഗത്തിൽ യാഥാർത്ഥ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൊച്ചി മേയർ M. അനിൽകുമാർ, TJ വിനോദ് MLA തുടങ്ങിയവരും മന്ത്രിയോടൊപ്പമുണ്ടായിരുന്നു. KSRTC ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം ചർച്ച നടത്തി. ചീഫ് ആർക്കിടെക്ട് ഉൾപ്പെടെയുള്ളവർ നേരത്തെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു ആദ്യ ലക്ഷ്യം. എന്നാൽ സ്മാർട്ട് സിറ്റി ഫണ്ടിന്റെ കാലാവധി കഴിഞ്ഞ സാഹചര്യത്തിലാണ് ധനവകുപ്പ് പ്രത്യേക ഫണ്ട് അനുവദിക്കുന്നത്. ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം പൂർത്തിയായ ശേഷം കൊമേഴ്സ്യൽ കോംപ്ലക്സ് നിർമ്മാണം ഉൾപ്പെടെ അടുത്ത ഘട്ടമായി പരിഗണനയിലുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.